ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തനാണ് യേശു ക്രിസ്തു. ക്രിസ്തു എന്നത് യേശുവിൻ്റെ സ്തോത്രം പേരല്ല, അവൻ്റെ ടൈറ്റിലാണ്. നമ്മൾ ചിലർക്ക് തൊട്ട് മുൻപ് ഡോക്ടർ എന്നിടുന്നത് പോലെ സ്തോത്രം ക്രിസ്തു എന്നത് യേശു കർത്താവിൻ്റെ തലക്കെട്ടാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു. യോഹന്നാൻ 3:34 വായിക്കുമ്പോൾ അളവില്ലാത്ത ഒരു അഭിഷേകം യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാസ് ഓവറിന് പെസഹയ്ക്ക് 4 ദിവസം മുമ്പുള്ളതായ ദിവസം യേശു ദൈവത്തിൻ്റെ ഭവനമാകുന്നതായ യെരുശലേം പട്ടണത്തിൽ എത്തി. അതെന്താ 4 ദിവസം മുമ്പ് യേശു കർത്താവ് പാസ് ഓവറിന് പെസഹയ്ക്ക് 4 ദിവസം മുമ്പ് വന്നത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ പാസ് ഓവർ ലാം, പെസഹയ്ക്ക് വേണ്ടി അറുക്കപ്പെടുന്നതായ ആടിനെ 4 ദിവസം മുമ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് പാസ് ഓവറിനെ കുറിച്ച്, പെസഹയെക്കുറിച്ച് നിയമം നൽകിയ കർത്താവ് പറഞ്ഞു, 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ ആടിനെ വീടിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അതിനെ കെട്ടിയിടേണം. എക്സാക്ട്ലി അതേ കർത്താവ് ആ പ്രമാണം നൽകിയവൻ പ്രമാണം തെറ്റിച്ചില്ല. ഒരിക്കൽ കൂടെ, പ്രമാണത്തെ നീക്കാനല്ല യേശു വന്നത്, പ്രമാണത്തെ നിവർത്തിക്കാനാണ് യേശു വന്നത്. അങ്ങനെ യേശുവാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ യെരുശലേം പട്ടണത്തിൽ വന്നപ്പോൾ 3 അഭിഷേകം യേശുവിൽ പ്രകടമായി വെളിപ്പെട്ടത് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. 1, അവൻ ഇരുന്നതായ വാഹനമൃഗം സ്തോത്രം കഴുതയാണ്. 2, അവൻ്റെ യാത്ര വന്ന് ദേവാലയത്തിലേക്കാണ്. 3, അവൻ്റെ ചുറ്റും നിന്നതായ ജനത്തിൻ്റെ ആരവാരം. ഈ 3 കാര്യങ്ങളും യേശുവിലുണ്ടായിരുന്ന 3 അഭിഷേകത്തെയാണ് കുറിക്കുന്നത്. 1, അവൻ കഴുതയുടെ പുറത്ത് ഇരുന്നു. വായ്, എന്തുകൊണ്ടാണ് കഴുതയുടെ പുറത്ത് കർത്താവ് ഇരുന്നത്? സ്തോത്രം, കഴുത പ്രവാചകന്റെ വാഹനമാണ്. ലൂക്കോസ് 24:19 പറയുന്നു, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ് കർത്താവ് യേശു. അതുകൊണ്ട് യേശു കർത്താവ് കഴുതയുടെ പുറത്തിരുന്നു. 2, അവൻ്റെ യാത്ര എങ്ങോട്ടാണ്? ദേവാലയത്തിലേക്കാണ്. യേശു പുരോഹിതനായതുകൊണ്ടല്ല, മഹാപുരോഹിതനായതുകൊണ്ടും അല്ല, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായതുകൊണ്ട്. നമ്പർ 3, രാജാവ് എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? രാജകോലാഹലമുണ്ട്. എക്സാക്ട്ലി സ്തോത്രം, രാജാതി രാജാവായി യേശു കർത്താവ് ആ സ്ഥാനത്തുള്ളത് കൊണ്ട് മുൻപിലും പിൻപിലും നടന്നതായ പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ആർക്കുകയുണ്ടായി. അഭിഷേകം എന്ന് പറയുന്നത് നമ്മളെ ഇക്കിളിയിടുവാൻ വരുന്നതല്ല, എന്നാൽ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ദൗത്യത്തിനായി വരുന്നതാണ്. അഭിഷേകം ദൈവത്തിൻ്റെ ദൗത്യം, ദൈവത്തിൻ്റെ കൃപയാൽ വേറെ ആർക്കും ചെയ്യാൻ കഴിയാത്തത് നിങ്ങളിലൂടെ ചെയ്ത് തികയ്ക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ അഭിഷേകം. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ വേറെ ആർക്കും കഴിയാത്തത് ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. വിദ്യാഭ്യാസമുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത്, പണമുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു.